നമസ്കാരം. ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എനിക്ക് പകുതി ഇങ്ങ് തന്നാൽ ഞാൻ അങ്ങ് പോയിക്കൊള്ളാം. അപ്പോൾ ഭാര്യ കയ്യിലിരുന്ന ലോട്ടറി ടിക്കറ്റ് നീട്ടിക്കാണിച്ചുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് 100 രൂപ അടിച്ചിട്ടുണ്ട്, ഇതാ നിങ്ങൾക്കുള്ള 50 രൂപ, ഇറങ്ങിപ്പോയിക്കൊള്ളുക. ഇങ്ങനെ ഭാര്യമാരൊരുക്കുന്ന കെണിയിൽ വീണു പോകുന്നവരും വീഴാതെ പിടിച്ചു നിൽക്കുന്നവരുമുണ്ട്. എന്നാൽ ഭർത്താവ് വന്നു കയറിയതിന് ശേഷമാണ് ഭാര്യയ്ക്ക് ഇത്രയൊക്കെ സ്വത്തുക്കൾ ഉണ്ടായെങ്കിലോ തീർച്ചയായും ആ ദാമ്പത്യം സുന്ദരവും സുരഭിലവുമായിരിക്കും. അവിടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അനർഘ നിമിഷങ്ങളുണ്ടാകും. കോടീശ്വരിയായ ഭാര്യയെ പൊന്നുപോലെ നോക്കേണ്ട ബാധ്യത ഭർത്താവിനുമുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നലെ ഒരു ഭർത്താവ് ചോദിച്ചത്, രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയ്ക്ക് എന്താ ബിസിനസ് പാടില്ലേ എന്ന്. സ്ഥാപനം തുടങ്ങുന്നവർക്ക് അത് പൂട്ടാനുള്ള അവകാശമുണ്ടെന്നും ആ ഭർത്താവ് പറയുന്നു. സ്ഥാപനം പൂട്ടാൻ മാത്രമല്ല, തൊഴിലാളികളെ പിരിച്ചുവിടാനുള്ള അവകാശവും എല്ലാ കമ്പനി നടത്തിപ്പുകാർക്കുമുണ്ട്. പിന്നെന്തിനാണ് ആരെയെങ്കിലുമൊക്കെ പിരിച്ചുവിടുമ്പോൾ റിയാസും പാർട്ടിയും സമരത്തിന് പോകുന്നത്? അല്ല ഭർത്താവെ, ഭാര്യ നടത്തിയ ആ വമ്പൻ ബിസിനസിൻ്റെ കഥകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞല്ലോ. നാട്ടിലൊരു പട്ടിയെ വളർത്തുന്നവൻ പഞ്ചായത്തിൽ നിന്നും ലൈസൻസ് എടുക്കണമെന്നാണ് നിയമം. ഇവിടെ ഇതാ കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കിയ ഒരു കമ്പനി എങ്ങനെയാണ് പന്തീരാങ്കാവിൽ പ്രവർത്തിച്ചു വരുന്നത് എന്ന് കണ്ടില്ലേ? ഒറ്റമുറി ഷട്ടറിട്ട ഒരു കട, അത് തുറക്കുകയോ തൂത്തുവാരുകയോ ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഏതൊക്കെയോ അരൂപികൾ അവിടെ വന്നു പോകും. അകത്തെന്താണെന്ന് ആർക്കും അറിയില്ല. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടത്തുന്ന ലേക്കർ ഇന്ത്യ എന്ന കമ്പനിക്ക് സ്ഥാപനത്തിന് മുമ്പിൽ ഒരു ബോർഡ് പോലുമില്ല. പകരം പച്ചക്കറി കച്ചവടക്കാർ 3 കിലോ സവാള 100 രൂപ, 4 കിലോ കിഴങ്ങ് 100 രൂപ എന്ന് DTP എടുത്ത് ഒട്ടിച്ചു വയ്ക്കും പോലെ ഇതാ വീണ തായ്ക്കണ്ടിയുടെ കമ്പനിയുടെ പേര് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, ലേക്കർ ഇന്ത്യ. ഇന്നലെ മാധ്യമപ്രവർത്തകർ ആ മുഴുത്ത കമ്പനി തേടിപ്പോയി കണ്ടുപിടിച്ചു. ഈ കമ്പനിയെപ്പറ്റിയാണ് ഭർത്താവ് റിയാസ് പറഞ്ഞത്, ഞങ്ങൾ കൊളിക്കാൻ ഒന്നുമില്ല എന്ന്. വീണ തായ്ക്കണ്ടി ഒരു സ്വതന്ത്ര വ്യക്തിയാണ് പോലും. ആ സ്വതന്ത്ര വ്യക്തി എന്തിനാണ് റിയാസെ AKG സെൻറ്ററിൻ്റെ വിലാസത്തിൽ പോയി കമ്പനി തുടങ്ങിയത്? റിയാസ് പറയുന്നത് എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ സ്ഥാപനമല്ല ലേക്കർ ഇന്ത്യ, പുതിയ സ്ഥാപനവുമല്ല. സംശയമുണ്ടെങ്കിൽ എൻ്റെ നാമനിർദ്ദേശ പത്രിക നോക്കിയാൽ മതിയെന്നും പറയുന്നു. എങ്ങുമില്ലാത്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പേരിട്ടതുപോലെ പന്തീരാങ്കാവ് പഞ്ചായത്തിന് പോലും അറിയാത്ത വീണ തായ്ക്കണ്ടിയുടെ ഒറ്റമുറി അടഞ്ഞു കിടക്കുന്ന കമ്പനിക്ക് ലേക്കർ ഇന്ത്യ എന്നൊക്കെ പേരിട്ടതിൻ്റെ അത്ഭുതം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നും നിങ്ങൾ കൊളിച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് റിയാസെ ആ ഒറ്റമുറി ഷട്ടർ കടയ്ക്ക് മുമ്പിൽ ലേക്കർ ഇന്ത്യ എന്നും മാനേജിംഗ് ഡയറക്ടർ വീണ തായ്ക്കണ്ടി എന്നും അഭിമാനപൂർവ്വം എഴുതി വെക്കാതിരുന്നത്? നാട്ടുകാരൊക്കെ കേരളത്തിൽ വന്ന് കമ്പനി തുടങ്ങാൻ കൊതിച്ചു നിൽക്കുകയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് പലതും ഒളിക്കാനുണ്ട് എന്ന് സാരം. അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു ലൈസൻസ് നിങ്ങൾക്ക് എടുക്കാമായിരുന്നു. ഇനി അതിലും രസം, ഒരു ഡോക്ടറുടെ പേരിലാണ് ഈ സ്ഥാപനം വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. കടയുടമ ചോദിച്ചപ്പോൾ പറഞ്ഞത് മെഡിക്കൽ ഉപകരണങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കാനുള്ള കടയാണെന്നാണ്. എങ്കിൽ തീർച്ചയായും സംശയിക്കണം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കോടിക്കണക്കിന് രൂപ വിലയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങി എല്ലാ ആശുപത്രികളിലും വെറുതെ പൊതിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതെന്തൊക്കെയാണെന്നും എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നും ഒരു ഡോക്ടർക്കും അറിയില്ല. വീണ ജോർജിൻ്റെ കാലത്ത് വാങ്ങിക്കൂട്ടിയ ഉപകരണങ്ങൾ ചില്ലറയൊന്നുമല്ല. എൻ്റെ അമീബിയാസ്കോപ്പും ലാബ്രഡോസ്കോപ്പും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോടെ കരച്ചിലായിരുന്നു വീണ ജോർജ്. ഇങ്ങനെ ആശുപത്രിയിൽ നിന്നും മോട്ടിച്ചു കൊണ്ടുപോകുന്ന ഉപകരണങ്ങൾ ഡംപ് ചെയ്യാനുള്ള മുറി ആയിരിക്കുമോ ഇത്? വീണാകാന്തനായ റിയാസ് പറയുന്നത് വീണ ഒരു സ്വതന്ത്ര വ്യക്തിയാണെന്നും രാഷ്ട്രീയ നേതാവിൻ്റെ മകളും ഭാര്യയുമായതുകൊണ്ട് വീണ ബിസിനസ് നടത്തരുതെന്ന് പറയുന്നത് ശരിയാണോ എന്നുമാണ്. ഒരു മുഴുത്ത ബിസിനസ്. 1000 രൂപ മുടക്കം മുതലുള്ള കപ്പലണ്ടി കച്ചവടക്കാരൻ പോലും ബിസിനസ് നടക്കുന്നു എന്നറിയിക്കാൻ ചട്ടുകം കൊണ്ട് ചീനച്ചട്ടിയിലിട്ട് 2 അടി അടിക്കാറുണ്ട്. എന്നാൽ ഇതാ കോടികൾ മുതൽ മുടക്കുള്ള ഒരു കമ്പനിക്ക് ഒരു ബോർഡുമില്ല, വെള്ളക്കടലാസ് ഒരു എഴുത്തു മാത്രം. മാനേജിംഗ് ഡയറക്ടർക്ക് ഈ കമ്പനി എവിടെയാണെന്ന് പോലും അറിയുമെന്ന് തോന്നുന്നില്ല. റിയാസ് ടൂറിസം മന്ത്രി ആയിരുന്നത് കൊണ്ട് കള്ള സിം എടുക്കാൻ ഇഷ്ടം പോലെ ആശ്രിതരെ ഓരോ വകുപ്പിലും തള്ളിക്കയറ്റി വെച്ചിരുന്നു. അതിലൊരുത്തൻ്റെ പേരിലെടുത്ത സിം കൊണ്ടാണ് വീണ തായ്ക്കണ്ടി എന്തൊക്കെയോ ഉഡായിപ്പുകൾ കാണിച്ചത്. കേരളത്തിലെ ഒരു മുന്തിയ രാഷ്ട്രീയ പാർട്ടിയുടെ നടത്തിപ്പുകാരാണ് ഇവരൊക്കെ. മനുഷ്യനെ മൂഞ്ചിച്ചും മൂപ്പിച്ചും ഇറക്കി വിടും സ്വന്തം കാര്യസാധ്യത്തിനായി. ഒരു കറക്ക് കമ്പനി തുടങ്ങി അച്ഛൻ്റെ ഭരണത്തിൻ്റെ ബലത്തിൽ മോളും മരുമോനും കൂടി ആരെയൊക്കെയോ വലിപ്പിച്ച് കുറേ കോടികളുണ്ടാക്കി.
മകളുടെ ഈ കമ്പനിയുടെ മുഴുപ്പ് പറഞ്ഞാണ് അച്ഛൻ സഭയിൽ കൈതേ പൊക്കി കാണിച്ചത്. വെറുതെയാണോ സ്വപ്ന സുരേഷ് പറഞ്ഞത്? അമ്മയും മകളും CM രവീന്ദ്രനും കൂടിയാണ് ക്ലിഫ് ഹൗസിലിരുന്ന് പദ്ധതി നടത്തിപ്പിനെ പറ്റിയുള്ള ആലോചനകളൊക്കെ എന്ന്. കോഴിക്കോട് കേന്ദ്രമാക്കി റിയാസിൻ്റെ നേതൃത്വത്തിൽ എന്തൊക്കെ അഴിമതികളാണ് നടത്തിയെന്ന് ചുരുളഴിയാൻ പോകുന്നതേ ഉള്ളൂ. യാതൊരു വിശ്വാസ്യതയുമില്ലാത്ത ഒരുത്തൻ നിലമ്പൂരിൽ നിന്നും ബേപ്പൂരിൽ ചെന്ന് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഈ റിയാസും സഭയിലെത്തുമായിരുന്നില്ല. ഭാര്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് കരുതിയ അന്വേഷണം ഇതാ റിയാസിലേക്കും എത്തിയിരിക്കുകയാണ്. അയാളുമായി ബന്ധമുള്ള എല്ലാവരെയും റെയ്ഡ് ചെയ്തു. ഇപ്പോൾ കൂറ്റനാടിന് അപ്പക്കച്ചവടത്തിനും പോയ ഗോവിന്ദൻ കിടന്ന് നിലവിളിക്കുകയാണ്. വീണയുടെ കാര്യത്തിൽ വീണ്ടും വിചാരമുണ്ടായ പാർട്ടി റിയാസിനു വേണ്ടി രാഷ്ട്രീയമായി നേരിടാൻ രംഗത്തിറങ്ങുകയാണത്രേ. ഇപ്പോൾ ED റെയ്ഡ് ചെയ്ത ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ മനസ്സിലാക്കുമ്പോഴറിയാം ഇവർ കള്ളക്കച്ചവടത്തിൻ്റെ പങ്കാളികളാണെന്ന്. അതിന് ഗോവിന്ദൻ കിടന്ന് വെറുതെ കാറിയിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല. ഗോവിന്ദനിലേക്കും അന്വേഷണം വരാതെ സൂക്ഷിക്കുക. ഇതിൽ നന്ദുലാൽ എന്ന ഒരുത്തൻ ഇതുവരെ ഇല്ലാത്ത തസ്തികയായ ടൂറിസം ഡെസ്റ്റിനേഷൻ കോർഡിനേറ്റർ ചുമതലയിലെത്തിയത് എങ്ങനെയാണ്? ഈ നന്ദുലാലിൻ്റെ പേരിലെടുത്ത സിം കാർഡാണ് വിദേശത്തേക്ക് വിളിക്കാനായി വീണ ഉപയോഗിച്ചതെന്ന് ED കണ്ടെത്തിയിരിക്കുന്നു. AKG സെൻറ്ററിൻ്റെ വിലാസത്തിൽ ബാംഗ്ലൂരിൽ പോയി യാതൊരു ലോജിക്കുമില്ലാത്ത എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങി. ആ പുള്ളിക്കാരി പന്തീരാങ്കാവിലെ ഒരു ഒറ്റമുറിക്കടയിൽ പഞ്ചായത്തിൻ്റെ ലൈസൻസ് പോലുമില്ലാതെ ഒരു കമ്പനി തുടങ്ങിയതിൽ വല്ല അത്ഭുതവുമുണ്ടോ? ആദ്യം ലൈസൻസിന് അപേക്ഷ നൽകിയിരുന്നെങ്കിലും എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ടെന്ന് ബോധ്യമായതോടെ പഞ്ചായത്ത് അനുമതി നിഷേധിച്ചു. പിന്നെ ലൈസൻസിൻ്റെ പേര് പറഞ്ഞ് ആ വഴിക്ക് പോയിട്ടുമില്ല. എന്തായാലും കൂട്ടുകച്ചവടം നടത്താൻ ഒരു ഡോക്ടറെ തന്നെ കിട്ടി. അനീസ് എന്നാണ് ആ മാന്യൻ്റെ പേര്. ഇവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ നക്കും നുണയും കൊടുത്ത് ആളുകളെ കൂടെ നിർത്തുന്നത് ഇതുപോലെ ഓരോ ഉഡായിപ്പുകൾക്ക് കൂട്ടുപിടിക്കാനാണ്. അയ്യോ, മരുമോൻ്റെ എന്തൊരു കീറം പ്രസംഗമായിരുന്നു. 3 മാസം കൊണ്ട് കേരളമാകെ നാറ്റമടിക്കുന്നേ എന്നാണ് പറഞ്ഞത്. പ്രസംഗം കേട്ട് ഒടിഞ്ഞു തൂങ്ങിയ മൈക്കിനെ പൊക്കി വെച്ചങ്ങ് പ്രസംഗിക്കുകയായിരുന്നു. മലർന്നു കിടന്ന് തുപ്പിയും ഊനുകുത്തി മണപ്പിച്ചും സ്വയം നാറിപ്പോയ ഒരുത്തനാണ് കേരളത്തിലെ നാറ്റത്തിൻ്റെ കഥകൾ പറഞ്ഞു വരുന്നത്. ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം പോയ പോക്ക് നോക്കണേ. പക്ഷേ ഇവരാണ്ടിലൊരിക്കൽ P കൃഷ്ണപിള്ളയെ എപ്പോഴും സ്മരിക്കാറുണ്ട്. പാവങ്ങളുടെ പടത്തലവനായ AKG എന്നെങ്കിലും കരുതിയോ തൻ്റെ പേരിൽ പാർട്ടി ഒരു സെൻറ്റർ തുടങ്ങുമെന്ന്? അതിൻ്റെ വിലാസത്തിൽ എനിക്ക് പിന്നാലെ വരുന്ന നീതിമാനായ കമ്മ്യൂണിസ്റ്റുകാരൻ മകളെ കൊണ്ട് കള്ളക്കമ്പനി തുടങ്ങിയെന്ന് ആരെങ്കിലും കരുതിയോ? സഖാക്കളെ മുന്നോട്ടെന്ന് അവസാനമായി റിപ്പോർട്ട് എഴുതി പൂർത്തിയാക്കി അടിവരയിട്ട ശേഷമാണ് പാമ്പുകടിയേറ്റ P കൃഷ്ണപിള്ള മരണത്തിന് കീഴടങ്ങിയത്. അതെ, സഖാക്കളെ മുന്നോട്ട്. പുതിയ കാലത്തെ കള്ള കമ്മ്യൂണിസ്റ്റുകൾ നമ്മളോട് പറയുന്നത് മറ്റൊന്നാണ്. സഖാക്കളെ മൂഞ്ചിക്കോ. ഇങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കണമെന്ന് കരുതിയതല്ല. ഇപ്പോൾ പ്രയോഗിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ പ്രയോഗിക്കും?